ഹലോ, ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മാങ്ങ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പേർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണിത്. വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് മുറിച്ച് വെച്ച മാങ്ങയുടെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയാണ്. അപ്പോൾ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് പുതിനയിലയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ചധികം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന മാങ്ങക്ക് പുളി ഉണ്ടെങ്കിൽ ലെമൺ ജ്യൂസ് ചേർക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞാനെടുത്ത മാങ്ങ നന്നായിട്ട് മധുരമുള്ള പഴമാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാരയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാനതിൻ്റെ അളവ് പറയുന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കാം. ഇനി ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഇപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇനി അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നാരൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. ഇനി ഞാനിപ്പോൾ ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ചേർക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നതിന് പകരമായിട്ട് മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഈ സമയത്ത് മധുരമൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാര വീണ്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഇത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതെങ്ങനെ സെർവ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത മാങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പുതിനയിലയും അതുപോലെ തന്നെ കുറച്ച് ചോപ്പ് ചെയ്ത മാങ്ങയും വെച്ചിട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ മാംഗോ റിഫ്രഷിംഗ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ചേരുവകൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്